വെരി ഗുഡ് മോർണിംഗ് ശ്രീ എം ഹസൻ. സ്വാഗതം. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എനിക്കൊപ്പം ഉണ്ണി ബാലകൃഷ്ണൻ, ഒപ്പം സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി എന്നിവരാണ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ UDF-ന്റെ യോഗങ്ങൾ നടക്കുകയാണ്. വീണ്ടും വളരെ ശക്തമായ രാഷ്ട്രീയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നത്തെ വാർത്താദിനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നു. ഇന്നിപ്പോൾ UDF-ന്റെ യോഗം ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്യുന്നതും ഈ സമരാജ്ഞി അടക്കമുള്ള വിഷയങ്ങളായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയാണ് തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ പോകുന്നത് UDF? ഇന്നിപ്പോൾ UDF യോഗം വിളിച്ചിട്ടുള്ളത് പ്രധാനമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനിക്കാനുമാണ്. അതോടൊപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായി UDF-ൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന കുറ്റവിചാരണ സദസ്സുകൾ, അതിപ്പോൾ ഏതാണ്ട് ഒരു 100-120 നിയോജക മണ്ഡലങ്ങളിൽ നടന്നു കഴിഞ്ഞു. ഇനി 10-20 മണ്ഡലങ്ങളിലാണ് അവശേഷിക്കുന്നത്. അതെല്ലാം ജനുവരി അവസാനത്തോടുകൂടി പൂർത്തിയാവും. അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ ഞങ്ങൾക്ക് വേണം. ഇതാണ് പ്രധാന അജണ്ടയായി യോഗം വിളിച്ചത്. ഉച്ചയ്ക്ക് ശേഷം UDYF കഴിഞ്ഞ UDF യോഗത്തിൽ യുവജന സംഘടനകളുടെ നേതാക്കളെ വിളിച്ചുകൂട്ടി. ഷാഫി പറമ്പിൽ ചെയർമാനായിട്ട് UDYF-ന് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയർമാനായി PK ഫിറോസ് കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ പ്രഥമ യോഗം UDF നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഉച്ചയ്ക്ക് കൂടുകയാണ്. അപ്പോൾ ഈ 2 യോഗങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരിക്കും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ഈ കിരാതമായ പോലീസിൻ്റെ നടപടി. അതേക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. പക്ഷേ യൂത്ത് കോൺഗ്രസും യുവജന സംഘടനകളും പ്രത്യക്ഷ സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്നത് ഇതിനെതിരായി യൂത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്ന സമരത്തിൻ്റെ മുന്നോടിയാണ്. ബാക്കി സമര പരിപാടികൾ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ UDYF-ന്റെ കമ്മിറ്റിയും ഇന്ന് കൂടുമ്പോൾ എം ഹസൻ, UDF-ന്റെ കൺവീനറായതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് യൂത്ത് കോൺഗ്രസ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി തന്നെ സമരരംഗത്തുണ്ട്, പല കാരണങ്ങളാൽ എന്ന് നമുക്ക് പറയാം. അതിൻ്റെ തുടർച്ചയായിട്ട് കോൺഗ്രസും സമരരംഗത്തുണ്ട്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാത്രം നടത്തേണ്ട ഒരു സമരമല്ല സർക്കാർ വിരുദ്ധ സമരം എന്ന് പറയുന്നത്. UDF ഒറ്റക്കെട്ടായി നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി പല സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്ന്. അപ്പോൾ UDF-ൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ലീഗുണ്ട്, ജോസഫ് കോൺഗ്രസ് ഉണ്ട്, അങ്ങനെ CMP ഉണ്ട്, RSP ഉണ്ട്. അപ്പോൾ UDF ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് വരേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസും അതിൽ തന്നെ യൂത്ത് കോൺഗ്രസുമാണ്. അപ്പോൾ അത്തരത്തിൽ കൂട്ടായ ഒരു സമര രൂപം കൈവരിക്കുന്നതിലേക്ക് UDF മാറുന്നതിന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമോ? ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല ചോദിക്കുന്നത്. അതിന് അത് ചർച്ചയുണ്ടാകും, സ്വാഭാവികമാണല്ലോ. നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഇന്ന് യോഗം കൂടുമ്പോഴുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന അറസ്റ്റും യുവജന വിദ്യാർത്ഥി സംഘടനകളെ അതുപോലെ അടിച്ചമർത്തുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളുമാണ്. അത് ചർച്ച ചെയ്യും, UDF-ൽ ചർച്ച ചെയ്യും. കൂട്ടായിട്ട് ആ ചർച്ചയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അവിടെ ഒരു കാര്യം കൂടി, അതായത് അതിനകത്തൊരു പിന്തുണ പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് ഒരു ജാഥ പോലും ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പോ അല്ലെങ്കിൽ RSPയോ അല്ലെങ്കിൽ CMPയോ അല്ലെങ്കിൽ ലീഗോ എവിടെയും ഒരു ജാഥ പോലും സംഘടിപ്പിക്കുന്നില്ല. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അടി കിട്ടിയ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അത് നടക്കുന്നു. അതിനപ്പുറത്തൊരു മുന്നണിയുടെ സ്വഭാവത്തിലേക്ക് ഇത് വരുന്നില്ല. ആ ഒരു സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ഇന്നലെയാണല്ലോ ഈ സംഭവം നടന്നത്. ഇന്ന് UDF-ന്റെ യോഗമുണ്ട്, അത് കഴിഞ്ഞാൽ UDYF-ന്റെ യോഗമുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്പോണ്ടേനിയസ് ആയിട്ടാണല്ലോ അവരുടെ പ്രതികരണം ഉണ്ടായത്. ഇന്ന് ഇത് ആലോചിക്കും എല്ലാവരും. നിങ്ങൾ അതിനകത്തൊന്നും ഒരു ആശങ്ക ഞങ്ങൾക്കാർക്കുമില്ല. എല്ലാ യുവജന സംഘടനകളും അതുപോലെ തന്നെ UDF-ഉം സമരരംഗത്തേക്ക് വരും. ശരി, ശ്രീ എം ഹസൻ, പ്രതിപക്ഷത്തെക്കുറിച്ചുള്ളൊരു ആക്ഷേപം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ കുറിച്ച്
നിങ്ങളുടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത സമയത്താണ്, കരുതൽ തടങ്കലിലാക്കിയ സമയത്താണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അന്നാണ് നിങ്ങളുടെ പ്രതിഷേധം ആദ്യമായി വരുന്നത്, കരിങ്കൊടി പ്രതിഷേധം. തെരുവിലേക്ക് ഇറങ്ങാൻ യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും കോൺഗ്രസ് ആയാലും തെരുവിലേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകരെ പോലീസ് ആക്രമിക്കുക അല്ലെങ്കിൽ പോലീസിന്റെ ലാത്തി ചാർജ്, ഇത്തരം വിഷയങ്ങളാണ്. അല്ലാതെ ജനകീയമായ വിഷയങ്ങൾ, പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് സബ്സിഡി നിർത്തലാക്കുകയാണ്, മരുന്ന് കിട്ടാനില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നു. ഇതൊന്നും നിങ്ങൾ ഏറ്റെടുക്കുന്നേയില്ല. നിങ്ങളുടെ പ്രവർത്തകരെ തൊട്ടാൽ മാത്രം നിങ്ങൾ തെരുവിലിറങ്ങുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അതിനെന്തെങ്കിലും മറുപടിയുണ്ടോ? അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ. നിങ്ങൾ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ വിഷയങ്ങളിലുള്ള സമരങ്ങൾ നിങ്ങളൊക്കെ എത്രയോ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. എത്ര ശക്തമായിട്ടുള്ള സമരങ്ങളാണ് ഇവിടെ നടന്നത്. അഴിമതിക്കെതിരായി ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന സമരത്തിന് കൂടുതൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് റേഷൻ സ്തംഭനം, സപ്ലൈകോയിലെ അതിൽ ഇപ്പോൾ സപ്ലൈകോയ്ക്ക് ഇതിലുള്ള സംഭവങ്ങൾ, ഈ കർഷകരുടെ നെല്ലളന്ന് പണം കൊടുക്കാതെ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ ഞങ്ങൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ സമരങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങളല്ലേ. ഇത് എല്ലാ വിലക്കയറ്റത്തിനെതിരായ എത്ര സമരങ്ങൾ ഞങ്ങൾ നടത്തി. കേന്ദ്ര ഗവൺമെൻറ്റിനും കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെൻറ്റിനെതിരായി നടത്തിയ എല്ലാ ജനകീയ സമരങ്ങളോടും അങ്ങേയറ്റത്തെ നിസ്സംഗമായ ഒരു പ്രതികരണമല്ലേ ഗവൺമെൻറ്റിൽ നിന്നുണ്ടായിട്ടുള്ളത്. പലയിടത്തും ഇവിടെ നെൽകർഷകരുടെ അദാലത്തിൽ നെൽകർഷകരുടെ പ്രശ്നവുമായി പോയ കൊടിക്കുന്നിൽ സുരേഷ് MPയെയും UDF പ്രവർത്തകരെയും അടിച്ചോടിച്ചില്ലേ, അവരെ ലാത്തിച്ചാർജ് ചെയ്തിട്ടില്ലേ. എല്ലാ സംഭവങ്ങളും ഈ പിൻവാതിൽ നിയമനത്തിനെതിരെ യൂത്ത് കോൺഗ്രസും എത്ര സമരങ്ങൾ നടത്തി. ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ 2.5 വർഷമായി നിരന്തരമായി സമരം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നടത്തുന്ന കുറ്റവിചാരണ സദസ്സിൽ ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടാണ് മന്ത്രിമാരെ മുഖ്യമന്ത്രി പ്രതീകാത്മകമായി വിചാരണ ചെയ്തു. ചോദിച്ചോട്ടെ, ഈ കുറ്റവിചാരണ സദസ്സിനെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ കുറ്റവിചാരണ സദസ്സിലെ ആൾക്കൂട്ടം ദുർബലമാവുന്നുണ്ടോ, കുറയുന്നുണ്ടോ? കാര്യം ഞങ്ങൾക്ക് പലയിടത്തും വലിയൊരു ആൾക്കൂട്ടം കാണാൻ സാധിക്കുന്നില്ല. മറുഭാഗത്ത് നവകേരള സദസ്സിലൊരു വലിയ ആൾക്കൂട്ടം എത്തുന്നു, 10,000-ങ്ങൾ ഓരോ വേദിയിലും എത്തുന്ന കാഴ്ച കാണുമ്പോൾ 500-ൽ താഴെ ആളുകളാണ് പലപ്പോഴും ഈ വിചാരണ സദസ്സിൽ എത്തുന്നത്. അത് ഒരു തിരിച്ചടിയായോ UDFന്? വേണ്ടത്ര ആസൂത്രണം ഉണ്ടായിരുന്നില്ലേ ഈ കുറ്റവിചാരണ സദസ്സിന്? അല്ല, കുറ്റവിചാരണ സദസ്സ് നവകേരള സദസ്സും കൂടി നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒരു കാര്യം കൂടി വിസ്മരിക്കരുത്. നവകേരള സദസ്സിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടായത്? സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനവും ദുരുപയോഗം ചെയ്ത് പിന്നെ സ്കൂൾ ബസ്സുകൾക്ക് ഒരു ഉത്തരവ് കൊടുത്തില്ലേ വിദ്യാഭ്യാസ ഡയറക്ടർ? സംഘാടകർ ആവശ്യപ്പെട്ടാൽ സൗജന്യമായി വിട്ടുകൊടുക്കണം. ഹൈക്കോടതി ആ ഉത്തരവ് റദ്ദാക്കിയിട്ട് വിട്ടുകൊടുത്തില്ലേ? കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കേഴ്സ്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ മസ്റ്റർ റോളിൽ നിന്ന് അവരുടെ പേര് വിട്ടുവെന്ന് ഭീഷണിപ്പെടുത്തി. കുടുംബശ്രീ പ്രവർത്തകരെ ഈ ആട്ടിൻകൂട്ടത്തെ ആട്ടിപ്പായിച്ച് കൊണ്ടുവരുന്നത് പോലെ വാഹനങ്ങളിൽ കൊണ്ടുവരുമ്പോഴും അവരോട് നിർബന്ധിത പിരിവ് നടത്തി. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആളെ കൂട്ടാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അവരുടെ ഇത്ര സമ്പത്തും എത്ര കോടി രൂപയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ നടത്തിയ ഈ നവകേരള സദസ്സിന് എത്ര ലക്ഷങ്ങൾ ചെലവാക്കി. എവിടെ നിന്നാണ് ഈ പണമൊക്കെ? ആരാ പിരിച്ചത്? ഇവിടുത്തെ GST ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ, TPWD കോൺട്രാക്ടർമാർ, അത് എഞ്ചിനീയർമാർ, അവരൊക്കെയല്ലേ പിരിച്ചത്. ഇഷ്ടംപോലെ സമ്പത്തും ഇഷ്ടംപോലെ ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തിയല്ല കുറ്റവിചാരണ സദസ്സിൽ ആൾ വന്നത്. നിങ്ങൾ 500 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽപ്പെട്ട 1-2 മണ്ഡലങ്ങളായിരിക്കും. പക്ഷേ കേരളത്തിലെ ഒരു 100 നിയോജക മണ്ഡലങ്ങൾ, ഇപ്പോൾ 120 നടന്നു. നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കൂ. ഞാൻ തന്നെ പല നിയോജക മണ്ഡലങ്ങളിലും പോയി പങ്കെടുത്ത ആളാണ്. എല്ലാ നേതാക്കളും പങ്കെടുത്തു. 1000-ഉം 2,000-ഉം 3,000-ഉം ഒക്കെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആളെ കൂട്ടി ഈ ഇതുപോലെ കുടുംബശ്രീക്കാരെയും അതുപോലെയൊക്കെ ആളെ കൂട്ടി ഞങ്ങൾ ജനങ്ങളോടാണ് സംസാരിച്ചത്. ജനങ്ങളോട് സംസാരിച്ചു എന്നുള്ളത് ശ്രീ എം എം ഹസൻ താരതമ്യം ചെയ്യില്ല.
ശരി, താരതമ്യം ചെയ്യുന്നില്ല. ശ്രീ എം എം ഹസൻ, താങ്കൾ തന്നെ ഈ നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ വിശേഷിപ്പിച്ചത് ദുരിത കേരള സദസ്സ് എന്നാണ്. അതൊരു ദുരിത കേരള സദസ്സാണ്, അവിടെ ജനങ്ങളോട് നേരിട്ട് സംവദിച്ചില്ല. ഇതൊക്കെ തുടർച്ചയായി ഉന്നയിക്കാൻ എത്രത്തോളം UDF എന്ന സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തേത്, ഇപ്പോൾ നവകേരള സദസ്സൊക്കെ അവസാനിച്ചു, അതിന്റെ മാറ്റിവെച്ച മാറ്റിവെച്ച മണ്ഡലങ്ങളിലേത് കൂടി അവർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോകുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പതുക്കെ പതുക്കെ തണുത്ത് കിടക്കുകയായിരുന്ന സംവിധാനത്തെ ഒന്ന് ചലിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും ജയിലിലേക്കുള്ള ആ പോക്കുമൊക്കെയാണ്. അതിനു മുൻപ് ഒരു തണുത്ത് കിടക്കുന്ന ഒരു UDFനെ ഇവിടെ കാണുന്നുണ്ടെന്നേ കേരളത്തിൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങൾ തണുത്ത് കിടക്കുന്ന UDF അല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ എല്ലാ ജനകീയ സമരങ്ങളിലും അടിയും വെട്ടും കൊട്ടും ഉണ്ടാക്കി ജനങ്ങൾക്ക് ദ്രോഹം വരുത്തുന്ന ഹർത്താലുകൾ നടത്തി പൊതുമുതൽ കത്തിച്ച് നശിപ്പിച്ച് ഇവിടെ വലിയ സംഘർഷഭരിതമായിട്ടുള്ള സമരങ്ങൾ നടത്തുന്ന ഒരു ശൈലി UDFന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നതെന്നറിയാം. ഇപ്പോൾ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും എന്ന് വരെ പറയാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും യുവജന സംഘടനകളും തയ്യാറാകുന്നതിന് കാരണം എന്താ? അത്രമാത്രം അക്രമം അവരൊക്കെ നേരിട്ടത് കൊണ്ടാണ്. ഞങ്ങൾ തളർന്നല്ല കിടന്നിട്ടുള്ളത്. ഞങ്ങൾ വ്യവസ്ഥാപിതമായി നിയമപരമായി ഉള്ള എല്ലാ പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങളിൽ പലയിടത്തും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഈ മാർക്സിസ്റ്റ് ശൈലി അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ശൈലിയിലുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്താത്തത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെങ്ങനെയാണ് ഉണരുന്നത്? ഞങ്ങൾ ഒരുപാട് ബസ് കത്തിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, നിരന്തരമായ ഹർത്താൽ പ്രഖ്യാപിക്കുക. അതൊക്കെ പറഞ്ഞാൽ ശ്രീമതി സുജയ് ഇതൊന്നും പറയില്ല. കാരണം നിങ്ങൾ വളരെ സജീവമാണെന്ന് പറയും. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. ഞങ്ങളിത് ദുരിത കേരള സദസ്സാണെന്ന് പറഞ്ഞു. ഈ സദസ്സിൽ ഇന്നത്തെ വാർത്ത എന്താ? മുഖ്യമന്ത്രിക്ക് പ്രഭാത സദസ്സിൽ കിട്ടിയ നിവേദനങ്ങൾ, ആ പ്രമാണിമാരുടെ നിവേദനങ്ങൾ പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കും. 6.25 ലക്ഷം പരാതിയാണ് ഈ സാധാരണക്കാരായ ആളുകൾ. മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്നും കണ്ട് സംസാരിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ല. അവിടെ രജിസ്റ്റർ ചെയ്തത് 6.25 ലക്ഷം പരാതി. ആ പരാതിയെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത ഇതുവരെ വന്നോ? ജനങ്ങളുമായി ഞങ്ങൾ സംവേദിക്കും. ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പരാതി കൊടുക്കാൻ വന്ന ഒരു ചികിത്സാ സഹായത്തിന് വന്ന ഒരു അടിമാലി, ഒരു എസ്റ്റേറ്റ് തൊഴിലാളി, 46 വയസ്സുള്ളൊരു ഗണേശൻ, അവിടെ അയാൾ ക്യൂ നിന്ന് അവശനായി തളർന്ന് വീണ് അയാൾ മരിച്ച വാർത്ത വായിച്ചില്ലേ? ആദ്യത്തെ നവകേരള സദസ്സിൻ്റെ രക്തസാക്ഷിയായിരുന്നു. അങ്ങനെയുള്ള 6.25 ലക്ഷം ആളുകളുടെ പരാതിക്കല്ല, പ്രമാണിമാർ പൗരപ്രമാണിമാരെ ഒന്നും ഞാൻ വില കുറച്ച് കാണുന്നില്ല. പൊതുപ്രശ്നങ്ങൾ കാണും, ജനകീയ പ്രശ്നങ്ങൾ കാണും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ, സാധാരണക്കാരൻ്റെ കിട്ടിയ 6.25 ലക്ഷം അപേക്ഷയ്ക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കും എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അത് 7 ലക്ഷം ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ നവകേരള യാത്ര ഇവിടെ അവർ പ്രഖ്യാപിച്ചതെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ദുരിത കേരളം അവസാനം ഈ നവകേരള കേരള യാത്ര നാശ കേരള യാത്രയായി മാറി. എത്ര 296 കേസുകളാണ് യൂത്ത് കോൺഗ്രസ് UDF പ്രവർത്തകർക്ക്, യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ എടുത്തിട്ടുള്ളത്. BJP-ക്കാർക്കെതിരെ എത്ര കേസ് എടുത്തു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? 10-18 കേസ് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ സീറ്റ് വിഭജന ചർച്ചകളുടെ തുടക്കം കുറിക്കും ഇന്നത്തെ UDF യോഗമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ തവണ 2019 സീറ്റിൻ്റെ അതേ നിലയിൽ തന്നെയായിരിക്കും ഇത്തവണയും ഘടകകക്ഷികൾക്ക് സീറ്റ് ഉണ്ടാവുക? അതിലെന്തെങ്കിലും മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ടോ? 2, ചില കോൺഗ്രസിൻ്റെ കണ്ണൂരല്ലാതെ മറ്റേതെങ്കിലും സിറ്റിംഗ് സീറ്റുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത, അതിനുള്ള സൂചനയുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, ഇത്തരം കാര്യങ്ങളിലൊരു സൂചന നൽകാൻ സാധിക്കില്ല. യോഗം കൂടുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഘടകകക്ഷികളുമായുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായി ചർച്ചയ്ക്ക് വരും. അതൊക്കെ തീരുമാനിക്കും. അപ്പോൾ ആ ചർച്ചയിൽ വരുമ്പോൾ മാത്രമേ ഓരോ പാർട്ടിയും ഇപ്പോൾ കഴിഞ്ഞ തവണ 2019 നിലപാടാണോ, അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ, അതൊക്കെ ചർച്ചകളിലല്ലേ ഓരോ പാർട്ടിയും പറയുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയൂ.
നന്ദി ശ്രീ എം എം ഹസൻ ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു ആൻഡ് ഹാവ് എ പൊളിറ്റിക്കലി ആക്ഷൻ പാക്ക് ഡേ. ഇന്നെന്തായാലും യു ഡി എഫിന്റെ യോഗം വളരെ നിർണായകമാണ്, UDYF-ന്റെയും യോഗം നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കമ്മിറ്റിക്ക് അധ്യക്ഷത വഹിക്കേണ്ടയാളാണ് ഇപ്പോൾ ജയിലിലുള്ളത്. നന്ദി ശ്രീ എം എം ഹസൻ നമുക്കൊപ്പം ചേർന്നതിന് ഈ പ്രഭാതത്തിൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.